ഹായ് ഫ്രണ്ട്സ്, അപ്പൂസ് ഓൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഒരു റൂമിലോട്ട് കണക്ഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തുന്നത് ഫാനും ലൈറ്റും സ്വിച്ച് ബോർഡുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു RCCB എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്വിച്ച് ബോർഡും സ്വിച്ചും ഇച്ചിരി വയറും വേണം. ഒരു ബൾബ് ഹോൾഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡിലോട്ട് ഈ സ്വിച്ചെല്ലാം ഒന്ന് കണക്ട് ചെയ്യണം. അപ്പം സീലിംഗ് ഫാനിന് പകരം നമ്മൾ ഈ ഒരു ഫാനാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് വയറിംഗ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോർഡിലോട്ട് സ്വിച്ചും സോക്കറ്റെല്ലാം സെറ്റ് ചെയ്യാം. അപ്പം ഇതിനു മുമ്പ് നമ്മൾ സ്വിച്ച് ബോർഡ് റെഡിയാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം ജസ്റ്റ് ഇതിനകത്ത് നമ്മൾ വയറിങ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ സ്വിച്ചും സോക്കറ്റെല്ലാം ആ ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലൈറ്റും ഒരു ഫാനും സ്വിച്ച് സോക്കറ്റുമാണ് ഇതിൽ ഇപ്പം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് എങ്ങനെയാണ് വയർ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ആ ഒരു ബോർഡിലോട്ട് നമുക്ക് ഈ സ്വിച്ച് ബോർഡിൻ്റെ ബോർഡ് ഒന്ന് വെച്ചു കൊടുക്കാം. അതേപോലെ RCC ബ്രേക്കറും കൂടെ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു റൂമിൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിപ്പം ചെയ്ത് കാണിക്കുന്നത്. RCCB റൂമിൽ വരണമെന്നില്ല. ബാക്കി ഒരു റൂമിൽ ലൈൻ വലിക്കുന്ന കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. അപ്പം RCCBയും ഫ്യൂസും കാര്യങ്ങളൊക്കെ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ബോർഡിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ വയറിങ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം അതിൻ്റെ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ചിലപ്പോൾ ഒരു റൂമിൽ 1-2 അതിലധികമോ ബൾബും ഫാനും വരാൻ സാധ്യതയുണ്ട്. പിന്നെ AC-യുടെ വയറിങ്ങും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ നമ്മൾ അടുത്ത ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരു സിംഗിളായിട്ട് നമ്മുടെ ഒരു ചെറിയൊരു റൂമിൽ ഒരു ഫാനും ലൈറ്റും അത്യാവശ്യം സാധനങ്ങൾ കുത്തിയിടാനുള്ള സോക്കറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൽ ആ ബോർഡ് വയറിങ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫാനും ലൈറ്റിൻ്റെ കണക്ഷൻ ഇതേപോലെ കൊടുക്കുക എന്നുള്ളതാണ്. ബോർഡിൽ നമ്മൾ വയറിങ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അത്യാവശ്യം നമുക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെയാണ് ഒരു റൂമിലോട്ട് വയറ് വലിക്കുന്നത് എന്നുള്ള രീതിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അല്പം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം ചെയ്യാവുന്നൊരു കാര്യമാണ്.
ഇതിൻ്റെ വയർ വരുന്നത് ഇപ്രകാരമാണ്. നമ്മൾ ഈ ബ്ലാക്ക് വയർ ഉദ്ദേശിക്കുന്നത് ന്യൂട്രാണ്. ഈ ന്യൂട്ര എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ സോക്കറ്റിലാണ് ന്യൂട്ര വയർ നമ്മൾ ഘടിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ബൾബിൻ്റെയും ഫാൻ്റെയും ന്യൂട്ര വയർ നമ്മൾ ഒരുമിച്ച് യോജിപ്പിച്ച് വേണം നമ്മൾ സോക്കറ്റിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം റെഡ് വയർ ഉദ്ദേശിക്കുന്നത് ലൈനാണ്, അവിടെയാണ് കറണ്ട് വരുന്നത്. ആ ഒരു ഭാഗം നമ്മൾ സോക്കറ്റ് തൊട്ടിപ്പുറത്തായിട്ടുള്ള സ്വിച്ചിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ലൂപ്പ് ചെയ്ത് എല്ലാ സ്വിച്ചിൻ്റെ അടിഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ലൈൻ കൊടുക്കാനായിട്ട് ബൾബിൽ നിന്ന് വരുന്ന ആ ഒരു റെഡ് വയർ, അതായത് ഫേസ് വരുന്ന ആ വയർ നമ്മൾ സ്വിച്ചിൻ്റെ മേൽഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഫാൻ്റെയും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാക്കി എടുക്കാവുന്നൊരു കാര്യം തന്നെയാണിത്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റൂമിൽ, ഒരു ചെറിയൊരു റൂമിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ഫാനും ലൈറ്റും സ്വിച്ച് ബോർഡും എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളൊരു ചെറിയൊരു വീഡിയോ നമ്മളീ ഒരു ബോർഡിനകത്താണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വയറും കൂടെയാണ് എർത്ത്. അതായത് എർത്ത് വയർ നമ്മൾ സെപ്പറേറ്റാണ് നമ്മുടെ സോക്കറ്റിൽ കൊടുക്കുന്നത് മുകൾ ഭാഗത്തായിട്ട്. അപ്പോൾ എർത്ത് വയർ നമുക്ക് വേറെ സ്വിച്ചിലൊന്നും സെറ്റ് ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് നമ്മൾ എർത്തിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് RCCBയിലോട്ട് എങ്ങനെ വയർ കൊടുക്കാമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഫ്യൂസാണ്, ഫ്യൂസിന് ശേഷം RCCB, അതിന് ശേഷമാണ് നമ്മൾ ഒരു ചെറിയൊരു ബ്രേക്കർ വരും. നമ്മുടെ റൂമിൽ എന്തോരം കപ്പാസിറ്റി വേണമെന്നുള്ള അനുസരിച്ചാണ് ബ്രേക്കർ സെറ്റ് ചെയ്യുന്നത്. ബ്രേക്കർ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, നേരിട്ട് RCCBയിലോട്ടാണ് കൊടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴും RCCB കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയൊരു ബ്രേക്കർ, അതായത് നിങ്ങളുടെ റൂമിൽ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ആ ഒരു ബ്രേക്കർ വേണം മേടിച്ച് സെറ്റ് ചെയ്യാനായിട്ട്. AC ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയ ബ്രേക്കർ തന്നെ മേടിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്യൂസ് കൂടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് മീറ്ററിൽ നിന്ന് നമുക്ക് ഫ്യൂസിലോട്ട് വന്നിട്ട് ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ വയറിംഗ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. നമ്മുടെ ഫ്യൂസിൽ നിന്നും വരുന്ന ആ ഒരു റെഡ് വയർ നമ്മൾ RCCBയിലെ ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ന്യൂട്രൽ നമ്മൾ ഡയറക്റ്റ് RCCBയിലോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നേരെ റെഡ് വയർ കയറുന്നത് നമ്മുടെ സ്വിച്ച് ബോർഡിലോട്ടാണ്. ന്യൂട്രൽ വയറും അതേപോലെ സ്വിച്ച് ബോർഡിലോട്ടാണ് വന്ന് കയറുന്നത്. എർത്ത് വയർ നമ്മൾ സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വയറിങ് നോക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം. അതിലൊരു രീതിയാണിത്. അപ്പോൾ നമ്മൾ ഈ ഫ്യൂസ് കുത്തി കഴിയുമ്പോഴത്തേക്കും RCCBയിലോട്ട് ലൈൻ വരുന്നതായിരിക്കും. ന്യൂട്രൽ വയർ നമ്മൾ ഡയറക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കറണ്ട് വരുന്നത് കാണാൻ സാധിക്കും. RCCB ബ്രേക്കർ മേളിലോട്ട് പൊക്കി കഴിയുമ്പോഴത്തേക്കും താഴത്തോട്ട് ലൈൻ ഇറങ്ങും. പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിനകത്ത് ലൈൻ വന്നിട്ടുണ്ടാവും. അതിൽ നമ്മുടെ സോക്കറ്റിൽ ലൈൻ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സോക്കറ്റ് വർക്കിംഗ് ആണോ ഉള്ള കാര്യം ഞാനിപ്പം കാണിച്ചു തരാം.
ലൈറ്റും അതേപോലെ ഫാനും എല്ലാം വർക്കിംഗ് ആണ്. ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു കാര്യമാണിത്. അത്യാവശ്യം നോക്കി മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ആർക്കും സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ വയറിങ് ചെയ്യാവുന്നതാണ്. എല്ലാവരും അവരവരുടെ സുരക്ഷ നോക്കി ചെയ്യുക. ഞാനൊരു മൊബൈലിലെ ചാർജർ കുത്തി അത് വർക്കിംഗ് ആണോ അല്ലെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതേപോലുള്ള നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇതുവരെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.